എല്ലാവർക്കും ക്ഷേത്രായനം പരിപാടിയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പേയാടിനടുത്തുള്ള മൂങ്ങോട് ആഞ്ജനേയ പൂജാമഠത്തിലേക്കാണ്. ഒരുപക്ഷെ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ ആഞ്ജനേയ വിഗ്രഹം ഉള്ള പൂജാമഠം കൂടിയാണ്, ക്ഷേത്രം കൂടിയാണ് മൂങ്ങോട് ആഞ്ജനേയ പൂജാമഠം. എല്ലാ ഭക്തജനങ്ങളെയും ആദരവോടുകൂടി പൂജാമഠത്തിലേക്ക് സ്വാഗതം ചെയ്തോളൂ. ആഞ്ജനേയ പൂജാമഠം. തിരുവനന്തപുരത്ത് നിന്ന് തിരുമല പേയാട് തച്ചോട്ടുകാവ് വഴിയും കാട്ടാക്കട നിന്നും അന്തിയൂർക്കോണം വഴിയും മലയങ്കീഴിൽ നിന്നും മേപ്പൂക്കട അരുവിപ്പാറ വഴിയും ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. മൂങ്ങോട് മേപ്പൂക്കട റോഡിലാണ് ആഞ്ജനേയ പൂജാമഠം. ആഞ്ജനേയ പൂജാമഠത്തിൽ ശ്രീ ഗണപതിയെയും നരസിംഹമൂർത്തിയെയും ഉപദേവന്മാരായി സങ്കല്പിച്ച് പൂജകൾ നൽകുന്നുണ്ട്. പൂജാമഠത്തിലെത്തി അഞ്ജനാപുത്രനെ നോക്കി ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രം ചൊല്ലിയാൽ സകല ഐശ്വര്യവും കൈവരും എന്ന് ഭക്തജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. വ്യാഴാഴ്ച വ്രതം നോറ്റ് എത്തുന്നവർ ധാരാളമുണ്ട്. പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ സർവശ്രീ മലയങ്കീഴ് മധു അവർകളാണ് പൂജാമഠത്തിന്റെ രക്ഷാധികാരിയും സ്ഥാപകനും അധികാരിയുമൊക്കെ. ആഞ്ജനേയ ഉപാസകൻ കൂടിയാണ് അദ്ദേഹം. ദുരിതപൂർണമായ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാര കർമ്മങ്ങൾ ആഞ്ജനേയ പൂജാമഠത്തിൽ ഹനുമാൻ സ്വാമി ഉപാസനയിൽ പരിഹരിക്കുന്നുണ്ട്. ധാരാളം ഭക്തജനങ്ങളാണ് എത്തിച്ചേരുന്നത്. കോട്ടയ്ക്കകം ഒന്നാം പുത്തൻതെരുവിലെ ശ്രീ വെങ്കടേശ്വരൻ പോറ്റിയാണ് തന്റെ പൂജാവിധികളിലൂടെ ആഞ്ജനേയ സ്വാമിയുടെ ചൈതന്യം പൂജാമഠത്തിൽ നാൾക്കുനാൾ വർദ്ധിപ്പിച്ചത്. ശ്രീരാമഭക്തനായ ഹനുമാൻ സ്വാമിക്ക് രാമമന്ത്രം ചൊല്ലാനും രാമായണ കഥ കേൾക്കാനും വലിയ ഇഷ്ടമാണല്ലോ. എല്ലാ മകരം 1-ാം തീയതിയും അഹോരാത്ര രാമായണ പാരായണം ക്ഷേത്രത്തിൽ നടന്നുവരുന്നു.
ചൈത്രമാസം, അതായത് മേടമാസത്തിലെ ചിത്രാ പൂർണിമ ഹനുമത് ജയന്തിയായി ആഘോഷിക്കുന്നു. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം ചൈത്രമാസത്തിലെ ചിത്രാ പൂർണിമയാണ്. त्रैलोक्यं मङ्गलं कुरु। श्रीरामचन्द्र चरणाम्बुजमत्तभृङ्ग श्रीरामचन्द्र जपशील भवाब्धिपोत श्रीजानकी हृदय तापनिवारमूर्ते श्रीवीरधीर. പൂജാമഠത്തിലെത്തി അഞ്ജനാപുത്രനെ നോക്കി ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രം ചൊല്ലിയാൽ സകല ഐശ്വര്യവും കൈവരും എന്ന് ഭക്തജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. വ്യാഴാഴ്ച വ്രതം നോറ്റ് എത്തുന്നവർ ധാരാളമുണ്ട്. എല്ലാ മലയാള മാസം 1-ാം തീയതികളിലും വ്യാഴാഴ്ച ദിവസങ്ങളിലുമാണ് പൂജാമഠത്തിൽ വിശേഷ പൂജകൾ നടക്കാറുള്ളത്. ദർശന സൗഭാഗ്യം ലഭിച്ച ഭക്തജനങ്ങൾ ചിരഞ്ജീവിയായ ശ്രീരാമഭക്തനെ വീണ്ടും കാണുവാൻ വന്നെത്തുന്നു. അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുന്ന ആഞ്ജനേയ സ്വാമിയുടെ തിരുരൂപം ദർശനമാത്രയിൽ തന്നെ ഭക്തന്റെ മനം കുളിരണിയിക്കുന്നു. പൂജാമഠത്തിലെത്തുമ്പോൾ രാമായണ കഥകൾ മനസ്സിലൂടെ സഞ്ചരിക്കും. സുന്ദരകാന്ഡത്തിലെ ഹനുമാന്റെ ധീരകഥകൾ ഹൃദയം മറ്റൊരു മധുവനമാക്കും. മുദ്രമോതിരവും സുരസയും മൈനാകവും ലങ്കാലക്ഷ്മിയും അക്ഷകുമാരനും രാവണസഭയും ലങ്കാമർദ്ദനവും ലങ്കാദഹനവും പ്രത്യാഗമനവും ഒപ്പം
ലോകേശ്വരിയായ സീതാമാതാവിനെ കണ്ടതെല്ലാം ഒരു ദൃശ്യ വിസ്മയം പോലെ മുന്നിൽ നിറയും. ദേവന്മാരെയും കവികുലസേനയും രക്ഷിച്ച മൃതസഞ്ജീവനി എന്നിലേക്കും ചൊരിയണേ എന്ന് പ്രാർത്ഥിച്ചു പോകും. പ്രശസ്ത ജ്യോതിഷരത്നം ശ്രീമാൻ മലയങ്കിഴ് മധുവിന്റെ ജീവിത സമർപ്പണം കൂടിയാണ് പൂജാമഠം. വിളപ്പിശാലയിൽ പ്രവർത്തിച്ചു വരുന്ന ശ്രീവിദ്യ ജ്യോതിഷ മന്ദിരം ആഞ്ജനേയ സ്വാമിയുടെ അനുഗ്രഹത്താൽ ഉടൻ പൂജാമഠത്തിൽ പ്രവർത്തനം ആരംഭിക്കും. കൺമുന്നിൽ പ്രത്യക്ഷനായി നിൽക്കുന്ന രീതിയിലുള്ള ആഞ്ജനേയ സ്വാമിയുടെ വിഗ്രഹം അനന്തപുരിയിലെ ഏറ്റവും വലിയ വിഗ്രഹം കൂടിയാണ്. ചെറിയ മഠത്തിലും വലിയവനായി തന്നെ സ്വാമി ഇരിക്കുന്നു. നാടിന് ഭക്തിയുടെ ഔഷധം പകർന്നുകൊണ്ട് എല്ലാവർക്കും ആഞ്ജനേയ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.